ഒരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഒരു വൈറൽ റെസിപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം നമുക്ക് ഈ ഒരു ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. എല്ലാവരും ഉണ്ടാക്കി, അപ്പം ഞാനായിട്ട് ഉണ്ടാക്കാതിരിക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലുകളൊന്നും ഇല്ലാത്ത കുറച്ച് ബീഫ് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലുകളാണ് താല്പര്യമെങ്കിൽ അത് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ ഒട്ടും വെള്ളമില്ലാതെ ബീഫ് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതായത് മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈവച്ച് എന്താ പറയുക, നമ്മൾ ഈ നന്നായിട്ട് ഞെരടി ഞെരടി കൊഴുക്കുമെന്ന് പറയൂലേ, അതുപോലെ കുഴച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. വേണമെങ്കിൽ ഇച്ചിരി ഒരു സുറുക്ക ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്കൊരു 5-6 വിസിൽ വരെയൊക്കെ, ഫസ്റ്റ് വിസിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ബാക്കിയൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഒരു 5-6 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം അഥവാ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള നല്ല എരിവോട് കൂടിയിട്ടുള്ള വറ്റൽമുളകാണ് ഒരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ എരിവിന് എന്ന് പറഞ്ഞിട്ട് ചേർക്കണം കേട്ടോ. ആ കാശ്മീരി മുളകിന് ഒട്ടും എരിവുണ്ടാവത്തില്ല, നല്ല കളർ ഉണ്ടാവും. അതുകൊണ്ടാണ് കാശ്മീരി ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ബീഫ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി അവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ, കയ്യിലുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക, ഓയിൽ യൂസ് ചെയ്യേണ്ട കേട്ടോ. എന്നിട്ടൊരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 സവാള ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ, നന്നായിട്ട് ആവണ്ട, ഒരു മീഡിയം സൈസ് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറിവേപ്പില ഞാൻ ഒരുപാട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇപ്പം ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനൊപ്പം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ ബീഫ് വേറെ എണ്ണയിൽ ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നീട് സവാള ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെയും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ ബീഫും എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി കുറച്ച് നേരം ഇളക്കിക്കൊണ്ടേയിരിക്കുക. നന്നായിട്ട് മിക്സായി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വീണ്ടും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഇതിന്. എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ മുളകുണ്ടല്ലോ, എരിവിനാവശ്യമായിട്ടുള്ളത്, എരിവ് നോക്കിയിട്ട് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ആ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാല പൊടിയാണ്. കുരുമുളക് പൊടി ഒരു ചെറിയൊരു ടീസ്പൂൺ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതും കൂടി വരുമ്പോൾ ഇതിൻ്റെ എരിവൊക്കെ കറക്റ്റ് പാകത്തിനാവും. ഈ ഒരു മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരുപാട് നാൾ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അല്ലാതെ ആണെങ്കിൽ ഈ ഒരു പരുവത്തിൽ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച്, ഓൾറെഡി ബീഫൊക്കെ വെന്തതാണല്ലോ, അങ്ങനെ എടുക്കാം. അതല്ലാതെ 1-2 ആഴ്ച സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിലാണെങ്കിൽ ജസ്റ്റ് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് റെസിപ്പി ബീഫ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട മസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലൊന്ന് തൂക്കിയിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ആ നെയ്യുടെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു 1 ആഴ്ച 2 ആഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.